Hello my dear students, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിനി എക്സാമിനേഷൻ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഈ CA ഇന്റർ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം എഴുതുന്നവർക്കും ഇത് ഫോളോ ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നും തന്നെ ഇല്ല. പക്ഷെ നമുക്കൊരു പുതിയ ആൾക്കാർക്കും കുറച്ചും കൂടെ കൂടുതൽ ഇത് ഉപകാരപ്രദമാകുക. അപ്പോൾ ഇത് അറിയാതെയാണ് നിങ്ങൾ എക്സാം ഹാളിൽ പോകുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഡിലേ ആക്കാതെ നമുക്ക് പോകാം. പേപ്പർ പാറ്റേണെ കുറിച്ചാണ്. പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഓർത്ത് വെക്കുക. 100 മാർക്സിന്റെ ഈ പേപ്പറിൽ നിങ്ങൾക്ക് 30 മാർക്സ് MCQ ആണ്. നോർമലി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ചില സമയത്ത് കേസ് ലോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി വരിക. അതിൻ്റെ അകത്ത് 1 മാർക്കിന്റെ ചില സമയത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നെഗറ്റീവ് മാർക്സോ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. MCQ ആയിരിക്കും 30 മാർക്സ് എന്ന് പറയുന്നത്. അത് പാർട്ട് 1 നമ്മൾ പറയും. പാർട്ട് 1. പാർട്ട് 2 എന്ന് പറയുന്നത് പാർട്ട് 1. ദിസ് ഇസ് പാർട്ട് 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. ഇവിടെ മെജോറിറ്റി കേസ് ലോസ് തന്നെ ആയിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനുള്ള ചാൻസസ് ഇല്ലെന്നല്ല. അതർ ലോസിൽ നമ്മുടെ ജനറൽ ക്ലോസസും ഇന്റർപ്രിട്ടേഷനും ആണ് കുറച്ചും കൂടെ കൂടുതൽ എന്താണ് ഒരു ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ബാക്കിയെല്ലാം ഇല്ല എന്നല്ല. മെജോറിറ്റി എന്താണ് നമുക്ക് കേസ് ലോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ ഈ 70 മാർക്സിൽ നമ്മൾക്ക് 40 മാർക്സ് ആണ് ഒരു സെറ്റിൽ വരിക. അതിൻ്റെ അകത്ത് 5 മാർക്സിന് ഉണ്ടാകും, 3 മാർക്സിന് ഉണ്ടാകും, 2 മാർക്സിന്റെ ഉണ്ടാകും. അങ്ങനെ 6 സെറ്റ് ആണ് വരിക. അങ്ങനെ 6 സെറ്റ് വരുമ്പോൾ 84 മാർക്ക് നമ്മൾക്ക് വരും. നമ്മൾക്ക് 70 മതി. അതായത് 6 എണ്ണത്തിൽ നമ്മൾ 5 എണ്ണം എഴുതണം. 6 എണ്ണത്തിൽ 5 എണ്ണം എഴുതണം. അതിൻ്റെ അകത്ത് പാർട്ട് 2 ഒന്നാമത്തെ ക്വസ്റ്റനിൽ ഓപ്ഷൻ ഉണ്ടാകില്ല. നിങ്ങളിത് മാൻഡേറ്ററി ആയിട്ട് എഴുതിയേ പറ്റൂ. എന്ന് വെച്ചാൽ അത് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ ഫെയിൽ ആകുമൊന്നുമില്ല. അതിന് ഓപ്ഷൻ ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അത് എഴുതാത്തതുകൊണ്ട് ഫെയിൽ ആകുന്ന കൺസെപ്റ്റ് അല്ല. ക്വസ്റ്റ്യൻ 1 ഓപ്ഷൻ ഇല്ല. അതായത് 6ൽ 5 തിരഞ്ഞെടുക്കുമ്പോൾ 1 വിടാൻ പറ്റില്ല എന്ന രീതിയിൽ 1 സെപ്പറേറ്റ് മാറ്റി നിർത്തുക. അതിനുശേഷം 2 തൊട്ട് 6 വരെയുള്ളത് ഏതിലും 4 നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ ടോട്ടൽ എന്താണ് 14 × 5 എന്ന രീതിയിൽ 70 മാർക്ക് നിങ്ങൾക്ക് വരും. ഓക്കെ, ഓർത്ത് വെക്കുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ എയും രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ബിയും എഴുതിയാൽ അത് ഒരു സെറ്റ് ആകില്ല എന്ന് ഓർത്ത് വെക്കുക. ബേസിക് ആയിട്ടൊരു കാര്യം. ക്ലിയർ? യെസ്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വെയിറ്റേജ് ആണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എങ്കിലും നമ്മൾ പഠിക്കണം ഈ ഒരു അവസാന ദിവസം. നമുക്കറിയാം അതർ ലോസ് എന്ന് പറയുന്നത് 30 മാർക്സ് വെയിറ്റേജ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്, ഇൻഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അതിനുശേഷം LLP നമുക്കറിയാം 15 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. 15 തൊട്ട് 20 മാർക്സിന്റെ വെയിറ്റേജ് ഉണ്ട്. അപ്പം മിനിമം 15 മാർക്സ് വരും. അതിനുശേഷം ഈ 4 ചാപ്റ്റേഴ്സും പഠിച്ചതിന് ശേഷം നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഡിബെഞ്ചേഴ്സ് ഇൻകോർപ്പറേഷൻ ഇതിവിടെ എടുത്തു വെക്കാൻ കാരണം സാറ് നോക്കുമ്പോൾ സാറ് ചെറിയ ചാപ്റ്റേഴ്സ് അല്ല, അത്യാവശ്യം വലിയ ചാപ്റ്റർ തന്നെയാണ്, ശരിയാണ്. പക്ഷേ എന്നാലും ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ആൾറെഡി നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിച്ചതാണ്. നിങ്ങൾ അക്കൗണ്ട്സിലായിട്ടും ലോയിലായിട്ടും ഇൻകോർപ്പറേഷനൊക്കെ ലോയിൽ നിങ്ങൾ പഠിച്ച ഒരു സംഭവം തന്നെയാണ്. ഇത് 5 തൊട്ട് 10 മാർക്കേ വരികയുള്ളൂ. ഇത് നമ്മൾ ആൾറെഡി റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചതുകൊണ്ടാണ്. ഈവൻ നിങ്ങൾ ഡയറക്റ്റ് എൻട്രി ആണെങ്കിലും എന്താണ് ആൾറെഡി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ നമ്മൾ എടുത്തിട്ടത്. അതിനുശേഷം 8, 9, 10, 11 8 ഡിവിഡൻഡ് ചെറിയൊരു ചാപ്റ്റർ ആണ്. 9ഉം 10ഉം ആണ് എന്താണ് കുറച്ച് വലിയ ചാപ്റ്റേഴ്സ്. നമ്മൾ അതെല്ലാം കൂടെ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് 25 മാർക്ക് നമ്മൾക്ക് കിട്ടും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അറൗണ്ട് ഓഫ് നമുക്കൊരു 75 മാർക്സിനുള്ള നമ്മൾ ആക്കിയിട്ടുണ്ട്. എത്ര ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്? 5, 4, 9 അറൗണ്ട് ഓഫ് ഒരു 9 ചാപ്റ്റേഴ്സ് നമ്മൾ 9, 10 ചാപ്റ്റേഴ്സ് പഠിക്കുന്നു. 70 ഇതല്ലാതെ പല ടെക്നിക്സ് നമ്മൾ ആൾറെഡി നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണമെന്ന്. ഇതെന്താണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു സംഭവമാണ് പറയുന്നത്. 75 മാർക്സ് നമുക്കൊരു 50 മാർക്സിൽ എന്താണ് നമുക്ക് ലോയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ കൺസെപ്റ്റ് ഇറ്റ് ഈസ് പോയിന്റ്സ് ടു ബി നോട്ടഡ്. ചില കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഒന്ന്, ദ ലാസ്റ്റ് മൂമെന്റിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യം എന്ന് പറയുമ്പോൾ യു ഹാവ് ടു പ്രാക്ടീസ് മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ്. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിന്റെ പുറകെ ചില ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നാമത്തെ ചാപ്റ്ററിൽ മാത്രമേ കുറച്ച് കുറവുള്ളൂ. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിലും ഉണ്ട്. അത് നമ്മളെ സഹായിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന സംഭവമാണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമ്മളുടെ എക്സാം ഇതിനകത്തുള്ള എക്സാമ്പിൾസ്, അതേപോലെ തന്നെ ഇല്യൂസ്ട്രേഷൻസ്, ഇതെല്ലാം എന്താണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി നൽകിയതാണ്. അപ്പോൾ ഓരോരോ രീതിയിൽ എന്താണ് അത് പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ് ഇനിയും അവസാനം കൊണ്ടേ നമ്മൾ വെക്കരുത്. കാരണം
ഒരേ കോൺസെപ്റ്റ് പഠിച്ച് 3 പ്രാവശ്യം 4 പ്രാവശ്യം റിവൈസ് ആയതിനു ശേഷം അവസാനം കൊണ്ടേ വെക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻസ് രൂപത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ആ കോൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. 2, മൾട്ടിപ്പിൾ റിവിഷൻസ്. ഇത് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ബുക്കാണ് സാരാംശ് എന്ന് പറയുന്നത്. ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് ICA തന്നെയാണ്. ലേറ്റസ്റ്റ് അമെൻഡ്മെന്റ് ഒക്കെ വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് ഡേ നമ്മൾ പഠിക്കേണ്ടത്, അതായത് ഈ ഒരു 10 ഡേയ്സിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യണം. കാരണം ഈ ഒരു 10 ദിവസത്തോളം നമുക്ക് ഒരു 10 പ്രാവശ്യം റിവിഷൻ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത് തന്നെയാണ്. ഓക്കെ, ഇത് ഒരു പേപ്പറിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, എല്ലാ പേപ്പറിന്റെ കാര്യം ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് മോക്ക് ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ MCQ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമുക്ക് 30 മാർക്സ് ഉറപ്പിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം കേസ് ലോ ബേസ്ഡ് ഡയറക്റ്റ് ആയിട്ട് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരിക്കും. നമ്പർ അല്ലെങ്കിൽ സെക്ഷൻസ് ഒക്കെ അത് വളരെ കുറവായിരിക്കും. ഒരു കേസ് ലോ നൽകിയിട്ട് അതിന്റെ അനുസരിച്ചിട്ടാണ് MCQ ചോദിക്കുകയുള്ളൂ. അപ്പോൾ മോക്ക് ടെസ്റ്റ് മാക്സിമം നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ 30 മാർക്സ് അവിടെ ഉറപ്പിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ഈ പറഞ്ഞ 75 മാർക്സിൽ 75 മാർക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ MCQ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് MCQ നല്ലപോലെ പഠിക്കണമെന്ന് പറയുന്നത്. ഇനി ഡ്യൂറിങ് ദ എക്സാം ടൈം നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു സെപ്പറേറ്റ്ലി ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. എക്സാം ടൈമിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന്റെ ക്വസ്റ്റ്യൻ വായിച്ചത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സമയമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് അവസാനം മനസ്സിലാക്കി വരുമ്പോൾ ഒരു സമയം എടുക്കും. അങ്ങനെ പാടില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ വായിക്കാൻ ആളുടെ ഒരു സമയമുണ്ട്. അത് നിങ്ങൾ വെയിറ്റേജ് കൊടുത്ത് പഠിച്ചിരിക്കുന്ന കൺസെപ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം അത്രമാത്രം ഡീപ്പായിട്ട് നിങ്ങൾ പോയാൽ മതി. ബാക്കിയെല്ലാം ജസ്റ്റ് നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി. അഥവാ ഞാൻ പഠിച്ചത് വന്നാലോ അതൊക്കെ സെക്കൻഡറി ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ LLP ഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ LLPയുടെ ക്വസ്റ്റ്യൻസ് നോർമലി എക്സാം പാറ്റേണിൽ എവിടെയാണ് വരിക, അവിടെ ഡയറക്റ്റ് പോവുക. ഓക്കെ ആണെങ്കിൽ എഴുതുക. ആൻഡ് always start with the best question. First impression is the best impression. അത് ഉണ്ട് കേട്ടോ. കാരണം അത് വാല്യൂ ചെയ്യുന്നത് മനുഷ്യനായതുകൊണ്ട് ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ട്. ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് എന്താണ് നിങ്ങൾ പേപ്പർ മെയിൻറ്റെയിൻ ചെയ്യുക. പെന്നൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തും അണ്ടർലൈൻ ചെയ്യുന്ന സമയത്തും നല്ല കൃത്യമായിട്ട് ചെയ്യുക. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് നമുക്ക് ഇനി ഒരു കുറച്ച് സമയം കൊണ്ട് നമുക്ക് ബാക്കിയുണ്ട്, അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എസ്പെഷ്യലി ലോ പേപ്പറിൽ എന്താണ് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നല്ലപോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, മാറ്റരുത്. എക്സാം ഹോളിൽ വേറൊരു കോൺസെപ്റ്റ് ആയി ഒരിക്കലും മാറരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്ത് കാര്യം കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ പ്രാവശ്യം ആദ്യമായിട്ട് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. കുറച്ച് കണ്ടന്റ്സ് എന്താണ് നമ്മൾ അവിടെയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ നല്ലപോലെ പഠിക്കുക.